അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു പരിശുദ്ധ റമദാനിൻ്റെ പുണ്യ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. പുതിയ ലോക സാഹചര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തു കൂടെയാണ് നമ്മൾ ഈ റമദാനിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉടനീളം യുദ്ധ കലുഷിതമായിരിക്കുകയാണ്. അവിടെ ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ അത് വല്ലാതെ ബാധിക്കുകയും പലതരത്തിലുള്ള പ്രയാസങ്ങളും അവരൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയാണ്. ഈ യുദ്ധവേളയിൽ പലതരത്തിലുള്ള വാർത്തകളും നമ്മളെ തേടി എത്തുന്നുണ്ട്. നമ്മളുടെ ഉറ്റവരും ഉടയരുമായിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മളുടെ കുടുംബക്കാരുമൊക്കെ ആയിട്ടുള്ള പല ആളുകളും വിദേശങ്ങളിൽ ഈ പറഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ജോലിക്കും മറ്റുമൊക്കെയായി പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളായിരിക്കും. അത്തരം ആളുകൾ ഏത് നിലക്കാണ് ഇതിനെ നേരിടുന്നത് എന്നുള്ളത് നമ്മളൊക്കെ വളരെയധികം ആശങ്കാകുലരാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേ സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരുപാട് ദൂരെ ഇവിടെ നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ നാട്ടിൽ ഇരുന്നു കൊണ്ട് യുദ്ധകലുഷിതമായ ഭൂമിയെക്കുറിച്ച് പലതരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വാർത്തകളുമൊക്കെ കേട്ടുകൊണ്ടും അത് നിരന്തരം കേട്ടുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ വാർത്താ മാധ്യമങ്ങളൊക്കെ നിരന്തരമായി പലതരത്തിലുള്ള വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൽ ശരിയായതും തെറ്റായതുമൊക്കെ ഉണ്ട്. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇത്തരം സാഹചര്യത്തിൽ ഇങ്ങനെ കലാപകലുഷിതമായിട്ടുള്ള വളരെ വിഷമതകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇത്തരം അവസ്ഥ ഉള്ള ഒരു സമയത്ത് വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില സാംസ്കാരിക ഉത്തരവാദിത്തമുണ്ട്. അത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ കൂടെ ബഹുമാന്യനായ ഹബീബ് നീരോൽപ്പാലം ഉണ്ട്. ഈ വ്യാജ വാർത്തകൾ എന്ന് പറയുന്നത് ഒരു വലിയ പ്രയാസമാണ്. നമുക്കറിയാം, നമ്മൾക്കൊക്കെ നമ്മളുടെ ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആദിയാണ് എന്തായിരിക്കും അവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പലതരത്തിലുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ നമുക്ക് നിരന്തരമായിട്ട് മെസ്സേജുകളും അതുപോലെ തന്നെ വാർത്തകളും പല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് അറിയാനുള്ള മാർഗം പലപ്പോഴും നമ്മളുടെ കയ്യിൽ ഇല്ലതാനും. അപ്പോൾ ഇത്തരം വാർത്തകളോട് എങ്ങനെയാണ് നമ്മൾ വിശ്വാസികൾ പ്രതികരിക്കേണ്ടത്? ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് വാർത്തകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് എത്തും. അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയുക എന്നുള്ളത് ഏറെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പുതിയ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ അസത്യം സത്യമായിട്ട് അവതരിപ്പിക്കുക, സത്യത്തെ അസത്യമായി അവതരിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്കറിയാം, ഈ സൗദിയുടെ അരാംകോ ഒരു റിഫൈനറി അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഈ പിന്നെ ഇസ്രായേലാണ്, അല്ലെ മൊസാദ് ആസൂത്രണം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ നമുക്ക് കാണാൻ പറ്റി. തെളിവുകളൊക്കെ എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചാലൊന്നും ലഭ്യമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ ചിലപ്പോൾ പിന്നെ അറബ് രാഷ്ട്രങ്ങളെ GCC കൺട്രികൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാനല്ല, അത് പിന്നെ മൊസാദാണ് അല്ലെങ്കിൽ ഇസ്രായേലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഇറാൻ്റെ അവരോട് മാപ്പ് ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കിതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറാന് സൗദി അറബ് രാഷ്ട്രങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നത്, എനിക്ക് ഓർമ്മ വരുന്ന വിശുദ്ധ ഖുർആൻ്റെ ഒരു വചനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല വതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അതായത് ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം. അല്ലാതെ നിങ്ങളത് ഷെയർ ചെയ്തിട്ട് പിന്നീട് അതൊരു ഖേദത്തിന് കാരണമാവുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നിലപാടുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. വ്യാജ വാർത്തയുടെ ഈ വ്യാപ്തി എത്രമേലെന്ന് അറിയണമെങ്കിൽ ഈ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാവും. ഇപ്പോൾ 1967 ഈ ഇസ്രായേൽ പിന്നെ അറബ് യുദ്ധം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇസ്രായേലിനന്ന് ജയിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നുള്ള
പക്ഷെ എങ്ങനെ പിന്നെ ഇസ്രായേൽ ജയിച്ചു കയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യാജ വാർത്തയെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ഈജിപ്തിൻ്റെ ഭരണാധികാരി അൻവർ സാദത്ത് പിന്നെ ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ പിന്നെ പിന്നെ ശത്രുരാജ്യങ്ങൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ റഡാറുകളും ഓഫ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശം പട്ടാളക്കാർക്കിടയിൽ വ്യാപിച്ചു. അവരത് ഓഫ് ചെയ്യുകയും പിന്നെ അങ്ങനെയാണ് ആ സമയത്തിലാണ് ഈജിപ്തിൽ വ്യാപക അറ്റാക്ക് നടത്തി പിന്നെ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടുന്നത് ഇസ്രായേൽ. അല്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ചരിത്രം തന്നെ മറ്റൊന്നാവുമായിരുന്നു എന്നുള്ളതാണ് ചരിത്രകാരന്മാരുടെ വിഷയത്തിൽ പറയുന്നത്. അപ്പോൾ പിന്നെ ഒരു വ്യാജ വാർത്ത കൊണ്ടുവന്നെത്തിച്ചൊരു അപകടം ഇപ്പം നമ്മളെ നാട്ടിൽ നമുക്ക് ഒരുപാട് അങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റും. എടുത്തുചാട്ടം കൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ ആവേശത്തോണ്ട് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ ഒരു പിന്നെ അതിന് പെട്ടെന്നൊരു ഒരു കിട്ടുന്ന വാർത്ത അപ്പാടെ സ്വീകരിച്ചൊരു തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് വേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അത് അങ്ങേയറ്റത്തെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ചില ഭരണാധികാരികളുടെ അവിവേകമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ട് മുസ്ലിങ്ങൾ കൂട്ടക്കൊലക്ക് വിധേയമായ ചരിത്രമൊക്കെ നമുക്ക് ഈ താർത്താരികളുടെ ചരിത്രമൊക്കെ പഠിക്കുന്നിടത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വിശ്വാസികൾക്ക് നിർവഹിക്കാനുള്ളത് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വരുന്ന വാർത്തകളെ അത് വ്യാജ വാർത്തയാണോ എല്ലാം തിരിച്ചറിയാൻ നമുക്ക് പറ്റാതിരിക്കുമ്പോൾ നമ്മളതായിട്ട് ഷെയർ ചെയ്യാതെ അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗവാക്കാവരുത്. നമ്മളത് എന്ത് ചെയ്യുക, നമ്മളാൽ അത് നിർത്തി വെക്കുക എന്നുള്ള രീതിയിലേക്ക് വിഷയത്തെ മാറി വരും. ഒരു എൻഡ് പോയിന്റ് നമ്മളാവുക എന്നുള്ളത് വേറൊരിടത്തേക്ക് പോകാൻ പാടില്ല എന്നല്ല. അത് നിജസ്ഥിതി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. പലപ്പോൾ എനിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പോലും ഈ വ്യാജ വാർത്തകളിൽ ഒരുപാട് ചതിക്കപ്പെട്ട സംഭവങ്ങൾ കാണാറുണ്ട്. ഇപ്പോഴും നമുക്ക് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള പല വർഗീയ കലാപങ്ങളൊക്കെ പിന്നീട് നമ്മൾ അറിയാൻ കഴിയുന്നത് ഏതൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ചില പിന്നെ കാര്യങ്ങളിലായിരുന്നു. പക്ഷെ ഇതൊക്കെ നിജസ്ഥിതി അറിയുമ്പോഴേക്ക് ഖുർആൻ പറഞ്ഞ പോലെ അതൊരു സമൂഹത്തിന് പിന്നെ അങ്ങേറ്റത്തെ അപകടം ഉണ്ടാക്കി അതിന്റെ പേരിൽ ഖേദിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ടാവും. സത്യം ഷൂസ് ഇടുമ്പോഴേക്ക് ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് അത് തന്നെയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് അത്തരമൊരു വാർത്ത പരക്കാൻ പാടില്ല. അത് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും, സ്ട്രാറ്റജിക്കലി ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ ആളുകളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കും. അത് മറ്റുള്ള സാമൂഹികമായ പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ അല്ലെങ്കിൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മാസമാണ്. അപ്പോൾ ആ ഒരു റമദാനിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധം ഇങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള ഈ പറഞ്ഞ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ യുദ്ധത്തിന് ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന് ആ രീതിയിൽ എന്തെങ്കിലും ഒരു ചർച്ചക്ക് ഇതിൽ വകുപ്പുണ്ടോ? റമദാനിൽ യുദ്ധം വന്നു എന്നുള്ളത് പിന്നെ റമദാൻ ആയതുകൊണ്ട് വന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മൾക്ക് ചില പാഠങ്ങൾ നമ്മൾക്ക് ഈ വിഷയങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, പൊതുവേ നമ്മൾ പിന്നെ ഈ പുണ്യങ്ങളുടെ പൂക്കാലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, സ്വർഗവാതിലുകൾ മലക്കൾ തുറക്കപ്പെടും, ഒരുപാട് പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ബദർ നടന്നൊരു മാസമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഈ റമദാൻ എന്ന് പറയുന്നത്. ബദറിലുണ്ടായത് എന്താണ് ശരിക്ക്? ഈ സൈനിക ബലം കൊണ്ടല്ല, ആയുധ ബലം കൊണ്ടുമല്ല, പിന്നെ അള്ളാഹിൻ്റെ സഹായം കൊണ്ട് അല്ലേ. കുറഞ്ഞ ആൾക്കാർ ഓരോ 3 ഇരട്ടി വരുന്ന സൈന്യത്തിനെ നേരിട്ടത് അള്ളാഹിൻ്റെ സഹായം കൊണ്ട്. പിന്നെ അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ചരിത്രത്തിൽ ഒരു സമയത്ത് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ ആദ്യത്തെ കിബില, ഇത് കുരിശ് യുദ്ധത്തിൻ്റെ സമയത്ത് പിന്നെ കുരിശ് പടയാളികൾ ഇത് കീഴ്പ്പെടുത്തുന്നുണ്ട്. പിന്നീട് 82 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾ മോചിപ്പിക്കുന്നത്.
അതിന് സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലാണ് അത് വന്നിട്ടുണ്ടായത്. അപ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി പിന്നെ അവർ 12,000-ഓളം വരുന്ന ഒരു സൈന്യമാണ്. 65,000-ഓളം വരുന്ന കുരിശുപടയെ പിന്നെ പരാജയപ്പെടുത്തിയിട്ട് ഇത് മോചിപ്പിക്കുന്നു. അതും റമദാനിലാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ പുണ്യങ്ങളുടെ പൂക്കാലം എന്നുള്ളതിനെ കൂടെ തന്നെ ഒരു നസ്റിൻ്റെ മാസമാണ്, അല്ലെങ്കിൽ സഹായം ലഭ്യമാകുന്ന ഒരു മാസമാണ് ഈ റമദാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്കും ഈ സഹായം ലഭ്യമാവണം. നമ്മൾക്ക് ആ സഹായം ലഭ്യമാണെങ്കിൽ പിന്നെ അള്ള പറഞ്ഞ ചില കണ്ടീഷനുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും എന്നുള്ള. അപ്പോൾ ഈ അവസരത്തിൽ ഇപ്പോൾ പൊതുവെ ഒരു പക്ഷത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയാവുന്ന രാജ്യങ്ങളും മറുപക്ഷത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കളുമാണല്ലോ യുദ്ധത്തിലുള്ളത്. ഇത്തരം അവസരങ്ങളിൽ ശത്രുക്കളുടെ മേൽ ആധിപത്യം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ആ സഹായങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അള്ളാഹു നമ്മളുടെ മുന്നിലേക്ക് തുറന്നു തരണമെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ ഏത് രീതിയിലുള്ള നിലപാടുകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായിട്ടും പിന്നെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്, കമ്മിൻ ഫിയത്തിൻ ഒലബത്ത് ഫിയത്തൻ കസീറത്തും ബീദിനില്ല. അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് കേട്ടത്. അപ്പോൾ അതിൽ എത്ര ചെറിയ സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്, ബീദിനില്ല, അള്ളാഹിൻ്റെ അനുമതിയോട് കൂടെയാണ്. അപ്പോൾ അള്ളാഹിൻ്റെ സഹായമാണ് ഇതിനൊക്കെ നിദാനമായിട്ട് കിടക്കുന്നത്. അത് കിട്ടണമെങ്കിൽ 3 പ്രധാനമായ കാര്യങ്ങൾ. ഒന്ന്, ഒരു വിശ്വാസം എന്നുള്ള നിലക്ക് നമ്മൾക്ക് അള്ളാഹിനോട് അങ്ങേയറ്റത്തെ അടുപ്പം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹിനോട് അങ്ങേയറ്റത്തെ അടുപ്പം. ഇത് നമുക്കൊരു പിന്നെ സംഭവം പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സലാഹുദ്ദീൻ അയ്യൂബിയുടെ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അദ്ദേഹം ഈ സൈന്യത്തിനെ തയ്യാറാക്കിയിട്ട് അവരെ ടെൻറ്റുകളിൽ രാത്രി പോയിട്ട് സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിച്ചിട്ട് അദ്ദേഹം സന്ദർശിക്കും, അവർ ഉറങ്ങാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഈ നമ്മൾ പോരാടാൻ സമയമായിട്ടില്ല. പിന്നെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും അദ്ദേഹം സന്ദർശിക്കുക. അന്ന് അവർ രാത്രി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾക്ക് പോരാടാൻ സമയമായി. അതായത് അള്ളാഹുവിനോട് അങ്ങേയറ്റം അടുപ്പം പുലർത്തുന്ന ഒരു വിഭാഗത്തിന് എന്തുണ്ടാവുള്ളൂ, അള്ളാഹിൻ്റെ സഹായം ലഭ്യമാവുള്ളൂ. ആ 12,000, ആ ഇങ്ങനെ അടുപ്പം പുലർത്തിയ 12,000 സംഘം അംഗങ്ങളുള്ള ആ സംഘം, അവരാണ് 65,000-നെ പരാജയപ്പെടുത്തുന്നത്. അതൊന്നാണ്. അപ്പോൾ ഈ അടുപ്പം നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നോമ്പിലൂടെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് റമദാനിലിപ്പോൾ അങ്ങേറ്റത്തെ തൗബ, നമ്മൾ ചെയ്ത തെറ്റുകൾ പടച്ചവനോട് ഏറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു തൗബ, അതിലൂടെ നമുക്ക്, പിന്നെ അതുപോലെ തന്നെ ഈ രാത്രി നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ, രാത്രി നമസ്കാരത്തിലൂടെ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. രണ്ടാമതൊന്ന്, ഈ നമ്മൾക്ക് ഒരു പിന്നെ ത്യാഗം മനോഭാവം നമ്മളിൽ ഉണ്ടാവണം. ശരിക്ക് ബദർ ശരിക്കതാണ്. എല്ലാം പിന്നെ അവർക്ക് ലഭ്യമായ എല്ലാം പിന്നെ പടച്ചവൻ്റെ മാർഗത്തിൽ അവർ ത്യജിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ള. ഈ സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം കൂടെ കേട്ടോ, നമ്മുടെ ഗൾഫിൽ നിന്നുള്ള ഫണ്ടുകളൊക്കെ പിന്നെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു വന്നിരുന്നത് ഈ ഫണ്ട് കൊണ്ടാണ്, അവർ തരുന്ന ഫണ്ട് കൊണ്ടാണ്. അപ്പോൾ പിന്നെ പക്ഷെ അത് വരെ തരുന്നില്ല എന്നുള്ളത് നമുക്കിത് നിർത്താൻ പറ്റില്ല. നമ്മൾ ഇനി ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ് അത് ത്യജിക്കേണ്ടി വരിക. നമ്മളെ ഫണ്ടാണ് ആളുകൾക്ക് നമ്മൾ നൽകേണ്ടി വരിക. അപ്പം മാത്രമല്ല, എല്ലാം പടച്ചോന് സമർപ്പിക്കാവുന്ന മനസ്സുള്ള ഒരു വിശ്വാസിയാകുന്നുണ്ട്. മൂന്നാമതൊന്ന്, നമ്മൾക്ക് ഈ അള്ള വിരോധിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുക്കണം. അള്ള വിരോധിച്ചതുകൊണ്ട് ഞാനതിനെ വെറുക്കുന്നവനാവണം. ഇത് നമ്മൾ അള്ള വിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, എല്ലാവരും ഇഷ്ടപ്പെട്ടു. നമ്മൾ അള്ളത് വെറുക്കണം, നമ്മൾ നിരോധിച്ചാൽ നമ്മൾ വിഷയമല്ല. ഒന്ന് മാത്രം എടുത്താൽ, പരീക്ഷയുടെ കേസ് മാത്രം എടുത്തു കഴിഞ്ഞാൽ
പിന്നെ ആളുകൾ എത്രമേലാണ് അതിൽ പിന്നെ അതിൽ അടിമപ്പെട്ട് കിടക്കുന്നത് എന്നുള്ള മനസ്സിലാവും. അപ്പോൾ അള്ള വിരോധി അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാറോ, ഈ അമേരിക്കൻ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് ഒഴിവാക്കി വിടെ. അങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് എടുത്തൂടെ? കാരണം നമ്മൾ ഈ ഇത് വാങ്ങുമ്പോഴാണല്ലോ ഇവർക്ക് ഈ ഫണ്ട് കിട്ടുന്നത്, അതവർ ഇതിന് ഉപയോഗിക്കുന്നു. ഈ പാതി ഇവർ ആദ്യം കൊണ്ട് ഈ ബോംബിങ് നടത്തുന്നത് ഒരു സ്കൂളുകളിൽ ചെറിയ 11 വയസ്സ് പ്രായമുള്ള കുട്ടികളെ മരിച്ചു. ആ കുട്ടികളെ ചോര വീഴ്ത്താൻ ഇവർ ഉപയോഗിച്ചത് ഈ ഫണ്ടാണല്ലോ നമ്മൾ കൊടുക്കും. നമുക്ക് ചില ഡ്രിങ്ക്സ് ഒന്നും നമുക്കില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കൂല. അപ്പോൾ ഇതൊക്കെ അങ്ങനെ മാറ്റി വെക്കാവുന്ന പരമാവധി നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മളാൽ കഴിയുന്ന ഒരു വിയോജിപ്പ് നമ്മൾക്ക് ചിലപ്പോൾ നമ്മളെ മാറ്റി വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് സംഭവിക്കാം. ചിലപ്പോൾ നമ്മളാൽ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വിഷയം നമ്മളും വെറുക്കുക അങ്ങനെ എന്നല്ല. അതിനപ്പുറത്ത് പ്രാർത്ഥനയുണ്ടാവാം. പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ എന്ത് പരിഗണിക്കാനാണ് എന്ന് ചോദിച്ചല്ലോ. ഈ 4 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അള്ളാൻ്റെ സഹായം ഉണ്ടാവും. അള്ളാൻ്റെ സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ ആയത്തുള്ള ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുകയുണ്ടായി ഈ യുദ്ധത്തിൽ. അപ്പോൾ അതിനെ തുടർന്നുണ്ടായ കുറേ ചർച്ചകളുണ്ട് നമ്മളുടെ ചുറ്റുവട്ടത്തും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ. അതിലൊക്കെ ഒരു അനാവശ്യമായ ചർച്ചയാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് പല സംഗതികളും കടന്നു പോകുന്നുണ്ടോ എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം ചർച്ചകൾ കൊണ്ടുപോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ശരി തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിൽ പിന്നെ അവരെ പൊതുവെ പിന്നെ ഈ ആളുകളുടെ ഇടയിലുള്ള വിശ്വാസികൾക്കിടയിലുള്ളത് അവർ ഷിയാക്കളാണ്, നമ്മൾ സുന്നികളാണ്. അപ്പോൾ ആഗോളതലത്തിലുള്ള സുന്നി ഷിയ എന്നുള്ള, അപ്പോൾ ഷിയാക്കളെ നമ്മൾ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഈ ഖമേനി ഷഹീദാണോ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ വളരെ പ്രകടമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച. അപ്പോൾ അതിലെനിക്ക് പിന്നെ ഒരു സംഭവം ഓർമ്മ വരുന്ന വെച്ചാൽ, ഈ പിന്നെ ആധുനിക എയറോനോട്ടിക്സിന്റെ പിതാവ് ഈ പിന്നെ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. ഞാൻ ബഗ്ദാദിലൊരു പള്ളിയിലെ ഇമാമായിരുന്നു. അപ്പോൾ ഇയാൾ എയറോനോട്ടിക്സിന്റെ പിതാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഒരു ആയത്തുണ്ടല്ലോ, അവലം എറോ ഇലത്വൈരി ഫൗക്കഹും സോഫാത്തിൻ വയക്ബിൽനമായും സിഖുഹുന്ന ഇല്ല റഹ്മാൻ. ആകാശത്തു കൂടി ചിറവ് വിടർത്തി പറക്കുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പരമകാരുണ്യകനല്ലാതെ അവ താങ്ങി നിർത്തുന്നില്ല. അദ്ദേഹം അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ ആയത്ത് ആലോചിച്ച് അദ്ദേഹം എത്തിയ നിഗമനം, ചിറകുണ്ടായതുകൊണ്ടാണ് അവർ പറക്കുന്നത്, നമ്മൾക്ക് പറക്കാൻ കഴിയാത്തത് ചിറകില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയാണ് അദ്ദേഹം ചിറക് വെച്ച് കെട്ടിയിട്ട് അദ്ദേഹം പറക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ വീണു പോകുന്നതും, പിന്നെ അങ്ങനെ അദ്ദേഹം അത് കിടപ്പിലായി മരിക്കുകയാണ്. അന്ന് മുസ്ലിം ലോകം ചർച്ച ചെയ്തത് ഈ മനുഷ്യന് ആത്മഹത്യ ചെയ്ത കുറ്റാണോ, അതല്ല ഒരു പിന്നെ പുതിയ ചിന്ത കൊണ്ടുവന്നതിൻ്റെ പേരിൽ പ്രതിഫലമാണോ കിട്ടാന്നുള്ള അങ്ങനെ തോന്നി ഈ ചോദ്യം വന്നപ്പോൾ. പക്ഷെ റൈറ്റ് സഹോദരന്മാർ, പിന്നെ ഇസ്ലാമിക ലോകം ഉറങ്ങുകയാണ്. പിന്നെ റൈറ്റ് സഹോദരന്മാർ ആദ്യം പഠിക്കണത് എന്തുകൊണ്ട് ചിറകുണ്ടായിട്ടും വീണു പോയി. ആ പോരായ്മകളെ പരിഹരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പിന്നെ ഇതുകൊണ്ടായിരുന്നത് ഫ്ലൈറ്റിന്റെ ഉൽമ വരുന്നത്. ഇന്ന് നമ്മളിവിടെ ഖമേനി ചെയ്താണോ അള്ള തീരുമാനിക്കട്ടെ. പക്ഷേ അദ്ദേഹം പിന്നെ ഇവിടെ ശത്രു അദ്ദേഹം മാത്രമോ അല്ല, ഇറാൻ മാത്രമോ അല്ല. അല്ലെങ്കിൽ ഇത് ഇസ്രായേലിന്റെ മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു യുദ്ധമാണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ പറയണം. പിന്നെ ഒന്നുമല്ലത്. ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ട്. പിന്നെ ഈ ഫലസ്തീൻ മുതൽ മദീന വരെ വിശാലമായ ഒരു സയണിസ്റ്റ് രാജ്യം, അതുപോലെ പണി തുടങ്ങിയിട്ട് കുറേ കാലമായി. ചിലപ്പോൾ നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിലായിരിക്കും അതായത് ലക്ഷ്യം നിർണയിച്ചിട്ടുണ്ടാവാം.
അമേരിക്ക എന്തിനു കൂടുന്നു ചോദിച്ചാൽ അവർക്ക് ഇതിൻ്റെ ഇടയിൽ എണ്ണൻ്റെ ഒരു സാമ്പത്തിക താല്പര്യമാണ് അവർക്ക്. ഇറാൻ, അറബ് GCC കൺട്രികളിലുള്ള എണ്ണ താല്പര്യമാണ് അവരെ നയിക്കുന്നത്. ഇസ്രായേലിൻ്റെ ലക്ഷ്യതാണ്. അപ്പോൾ അതിനാദ്യം അവർ ചെയ്തതാണ് ഇറാഖ് യുദ്ധം. പക്ഷെ അത് വിചാരിച്ച പോലെ ആയില്ല. പക്ഷെ പിന്നീട് ഒരു സദ്ദാം ഹുസൈൻ അവരെന്ത് ചെയ്തു, പിന്നെ തകർത്തു. പിന്നെ ഇപ്പോൾ പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ആഭ്യന്തര കലാപങ്ങളൊക്കെ ആയിട്ട് പ്രയാസമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതിലും ഇവരുടെയൊക്കെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ഇപ്പം ഇവർ ഇറാനെതിരെ, മേഖലയിലെ ശക്തി ഇറാനാണ്, സൈനിക ശക്തി. ആ ഇറാനെ തകർത്ത് കഴിഞ്ഞാൽ അടുത്തത് അറബ് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയും. അതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാതെ പോയാണ്ടാകുന്ന പ്രശ്നമുണ്ട്. അല്ല, ഇവിടെ ഇറാന് സുന്നിയാണോ ഷിയാണോ എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ഇറാൻ ആക്രമിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും മുസ്ലിം എന്ന് പറയുന്ന ഒരു അവരെ ഈ മിഡിൽ ഈസ്റ്റ് അവരെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് അത് പിടിച്ചടക്കാൻ, ഈ ഒരു സയനിസ്റ്റ് രാജ്യം സ്ഥാപിക്കാൻ അവിടെ ഉള്ള കുറേ ശത്രുക്കളാണ്. അത് ഏറ്റവും നഷ്ടം ഉണ്ടാക്കുന്ന മുസ്ലിം ഉമ്മത്തിനാണ്. ആ തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ പോയാൽ, അവിടെ ആ തിരിച്ചറിവ് ഇല്ലാത്തടത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാംനയ്ക്ക് രക്തസാക്ഷിയാണെന്നുള്ള ചർച്ച വരുന്നത് അവിടെ നിന്നാണ്. പിന്നെ അതിൽ പിന്നെ ഈ അറബ് രാജ്യങ്ങൾ പിന്നെ ഇതിൽ ഇടയിൽ കുടുങ്ങി നിൽക്കുകയാണ്. അവർ ഈ താവളങ്ങളൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാണ്? അവർക്ക് സൈനിക ശക്തി കുറവാണ്. അപ്പോൾ അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഇവർ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതെല്ലാം ഉപരി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നീതിയിലധിഷ്ഠിതമായ സമൂഹം, അല്ലെങ്കിൽ അനീതി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അക്രമം നടക്കുന്ന സമയത്ത് ആക്രമിക്കപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ കൂടെയാണ് ഇസ്ലാം എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ നമുക്ക്. അറ്റ്ലീസ്റ്റ് അത് മുറുകെ പിടിച്ചിട്ടെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പോളിസിയെങ്കിലും നമ്മൾ ഇത്തരം സമയങ്ങളിൽ ഇത്തരം അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. സൂറത്തു മാഇദ 9-ാമത്തെ വചനം. പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. നിങ്ങൾക്ക് ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് എന്നാണ്. ഇവിടെ പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം എന്താണ്? ഷിയ രാഷ്ട്രം, സംശയമൊന്നുമില്ല. നമ്മൾക്ക് ഒരുപാട് ആദർശ വിയോജിപ്പ് എമ്പാടുള്ള ഇതാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഇവിടെ യുദ്ധം തുടങ്ങിയതാരാണ്? ഇസ്രായേലും അമേരിക്കയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആ സമയത്താണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒന്നാം നേരം ഇവർക്ക് കൊല്ലാൻ പറ്റി. ഒരു അറ്റാക്ക് വരുന്ന പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അപ്പോൾ ഇറാന് പീഡിപ്പിക്കപ്പെട്ട ജനതയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ മർദ്ദിക്കപ്പെടുന്ന ആ ജനതയുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ പരമാധികാരത്തിൻ്റെ മേലാണ് ഇവർ കടന്ന് കയറിയത്, കാരണങ്ങളൊന്നുമില്ലാതെ. അതുകൊണ്ട് തന്നെ ആ ജനതയ്ക്ക് പിന്തുണ, അവർക്ക് കിട്ടേണ്ട നീതിക്ക് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് ഈ ആയത്ത് പ്രകാരം. ഞാൻ ഇറാന് പിന്നെ മുസ്ലിം രാജ്യം അല്ലെങ്കിൽ ആയതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുന്നതോ, ഷിയ രാജ്യം ആയതുകൊണ്ട് കൂടെ നിൽക്കൂലെന്നല്ല. അവർക്കിപ്പോൾ പീഡനം അനുഭവിക്കേണ്ടവർ. അതുകൊണ്ട് നമ്മുടെ പിന്തുണ ആർക്ക് ആവശ്യമാണ്? അവർക്ക് ആവശ്യമാണ്. അങ്ങനെ പിന്തുണക്കണം എന്നാണ് സൂറത്തുൽ മാഇദ 9-ാമത്തെ വചനത്തിൽ പറയുന്നത്. അത് നീതിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. തീർച്ചയായും നമ്മൾ ഇന്ന് സംസാരിച്ച വിഷയം സമകാലിക ലോകത്ത് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് അതിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യട്ടോ. ഈ നേരത്തെ പറഞ്ഞാൽ ഈ അമേരിക്കൻ താവളങ്ങൾ പിന്നൊക്കെ അറബ് രാജ്യങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേറെ ഏത് രാജ്യങ്ങളിപ്പോൾ ഇറാനെ പോലുള്ള രാജ്യങ്ങളൊക്കെ അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏത് രാജ്യങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഇവരെ സഹായത്തിനുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ സഹായങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് അള്ളാഹ് പറയുന്നത്. അവർ സഹായിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലൻ തർല അൻകൽ യഹൂദ വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലത്തഹും ഖുൽ ഇന്ന ഹുദല്ലാഹി വൽ ഹുദ. അതായത്
നീ അവരുടെ മാർഗം പിൻപറ്റുന്നത് വരെ അവരെന്നെ സഹായിക്കൂല. ആരെ സഹായിക്കോളൂ? അല്ല സഹായിക്കോളൂ. മാലക്ക് മിനല്ലാഹി മിൻ വലിയ്യിൻ, നീ എങ്ങാനും അവരുടെ ഇച്ഛയെ പിൻപറ്റി അവരിലേക്ക് ചാഞ്ഞു പോയാലും നിനക്ക് യാതൊരു സഹായിയും യാതൊരു പിന്നെ രക്ഷാധികാരിയെ നിനക്ക് കാണാൻ അല്ലല്ലാതെ വേറെ ഒരാളുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിൻ്റെ സഹായം. അപ്പോൾ ഈ ബോധ്യത്തിലേക്ക് ഇവർ വന്നാലേ ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഇറാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിയൊന്നുമില്ല, പക്ഷെ എന്താണ് ഇത് നിർബന്ധിതരാവുക, ഇത് നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടതെന്ന് കാരണം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇറാന് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ ആ സമ്മർദ്ദം കൊടുക്കുന്നത് അതിനാണ്, അത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത്. ഇന്നലെ പിന്നെ ഒരു UAE ഒരു ഇവിടുത്തെ അംബാനിനെ പോലത്തെ ഒരാളുണ്ടല്ലോ, എന്താ അയാളെ പേര് എനിക്ക് കിട്ടുന്നില്ല, അയാൾ ട്രംപിനൊരു തുറന്ന കത്തെഴുതിയാണ്. ഞങ്ങളെന്തിനാ വെച്ചാൽ സമാധാനത്തോടെ ജീവിക്കണ UAE ഞങ്ങളെ എന്തിനെതിലേക്ക് വലിച്ചയച്ചു എന്നൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹം ഒന്നുമില്ലാത്തടത്തുനിന്ന് കഠിന പ്രയത്നത്തിലൂടെ ഇന്ന് അവിടെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം എഴുതിയ തുറന്ന കത്താണ്. അപ്പോൾ ഒരു സമാധാനത്തോടെ നിൽക്കുന്ന ഒരു നാടിനെ എന്ത് ചെയ്തു ഇവര് യുദ്ധത്തിലേക്ക് വലിച്ചയച്ചു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഞങ്ങളെന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങൾ. അപ്പം അള്ളാഹ് പറഞ്ഞ മാർഗത്തിലേക്ക് മടങ്ങുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുതന്നെയാണ് വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു യുദ്ധം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസി സമൂഹം എന്നുള്ള നിലക്ക് നമുക്ക് കുറേ ബാധ്യതകളും നമ്മളുടേതായിട്ട് നമ്മൾ എടുക്കേണ്ട കുറേ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ അനാവശ്യമായ ചർച്ചകളിലേക്കും അനാവശ്യമായ രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് അതൊരു പക്ഷേ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മൊത്തം ഇസ്സത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉയർച്ചയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യം, ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ വ്യാജ വാർത്തകളാണെങ്കിലും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകാനൊക്കെ ഈ റമദാൻ അടക്കമുള്ള കാര്യങ്ങളിൽ സമയത്ത് റമദാനിൽ നമ്മളത് എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ഒരു സംസാരം അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.